അല്ലെങ്കിലും ചില കഥകളുടെ പോക്ക് അങ്ങനെയായിരിക്കും. തുടങ്ങുമ്പോ നമ്മുടെ മാത്രമായിട്ടൊക്കെ തോന്നും, പക്ഷെ അവസാനിക്കുമ്പോ വേറെ ചിലരേത് കൂടിയാവും. അതവിടെ നിൽക്കട്ടെ. എല്ലാവരും കരുതുന്ന പോലെ അന്ന് ഞങ്ങൾ ഔട്ടിങ്ങിന് പോയപ്പോൾ ഉണ്ടായ സഡൻ സ്പാർക്കൊന്നും അല്ലായിരുന്നു അത്. ഈ കഫേയിൽ വെച്ചല്ല ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോ ഓള് ഇവിടെ ഉള്ളോണ്ട് മാത്രാണല്ലേ ഇവനിവിടെ ജോലിക്ക് കയറിയത്? അതല്ലടാ പൊട്ട, അവൻ മുഴുവൻ കഥ ഇപ്പിരുന്ന് പറഞ്ഞത്. ഇവൻ ഏതാണ്? എനിക്ക് തോന്നണത് അവൾക്ക് ഇവനോട് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്ന്. പക്ഷെ ഓളൊരു അരട്ടറാണ്. പിന്നെ അവന്റെ കൊറിയർ പ്ലാൻ ഒരു മണ്ടൻ പ്ലാനാണ്. എന്ത് മണ്ടൻ പ്ലാൻ? ഇജയില് പേര് വെക്കാൻ അയച്ച് പിന്നെന്ത് കാര്യം? എടാ അത് നന്നായി. അവളുടെ വീട്ടിൽ കുറച്ച് സീനൊക്കെ ഉണ്ട്. പേര് വെച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അവൻ വരക്കും എന്നുള്ള കാര്യമൊക്കെ നന്നായിട്ട് അറിയാം. അവൾക്ക് എന്തായാലും കത്തും അല്ലേടാ? എടാ നിങ്ങൾ അതൊക്കെ വിട്. എന്തായാലും കേക്ക് ഞാൻ സെറ്റ് ചെയ്യും. ശ്യാം ചേട്ടൻ കൽപ്പിട്ട് നിന്ന ഇവന്റെ പ്രണയത്തിൽ ഞാൻ രക്തസാക്ഷിയാവും. എടാ, ശ്യാം ചേട്ടൻ ഒരു പാവാ, നിങ്ങളിങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി ഒരു പ്രേമവിരോധി എന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടല്ലേ? ദേ ഇവന് നന്നായിട്ട് അറിയാം. എടാ അതെ, ശ്യാംചേട്ടൻ്റെ സ്റ്റോറി നിങ്ങൾ പുതിയ പിള്ളേർക്ക് ഫുൾ അറിയാത്തോണ്ടാ. ആ മാരേജ് ബ്രേക്ക് സ്റ്റോറി അല്ലേ? അത് ഇത്ര സിമ്പിൾ കഥ അല്ലടാ. ശ്യാംചേട്ടൻ UK യിലായിരുന്നു. പിന്നെ ഐശ്വര്യമായിട്ടുള്ള എൻഗേജ്മെന്റിന് ശേഷമാണ് ഈ കഫേ ഇടാൻ പ്ലാൻ ചെയ്തത്. അപ്പോഴേ ശ്യാംചേട്ടൻ ഈ കഫേ ഒരു ഡ്രീമായിരുന്നു. UK യിലെ ജോലി പോയെന്നാ പറഞ്ഞത്. ഇനിയിപ്പോൾ പോയതാണോ അത് ചുമ്മാ പറഞ്ഞോണെന്ന് അറിയില്ല. അതും പറഞ്ഞ അവരുടെ വീട്ടുകാരെന്തോ പ്രശ്നം. പിന്നെ പെണ്ണിന്റെ വീട്ടിലോ? ആ ഐശ്വര്യ ആ ടൈമിലേക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെന്താണാവും. എടാ, ഈ ശ്യാം ചേട്ടൻ ആ ചേച്ചി പിന്നെ കണ്ടിട്ടില്ലേ? എനിക്കറിയില്ല. ഈ കഫേയുടെ ഇനാഗ്രേഷന് പുള്ളിക്കാർ വരുമെന്ന് ശ്യാംചേട്ടൻ കുറേ പ്രതീക്ഷിച്ചു. അതൊക്കെ പോട്ടെ, ഒരു കേക്ക് കട്ടിൻ്റെ കാര്യമല്ലേ. ശ്യാംചേട്ടൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, അത് ഞാൻ നോക്കിക്കോളാം. അല്ല, അനന്തകൃഷ്ണൻ പാടാൻ വരുമോ? അല്ലടാ, ഈ കഫേക്ക് പേരിടാതെ വെച്ചതും ശ്യാം ചേട്ടന്റെ ബ്രേക്കപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? ഏയ്, അത് നല്ല പേരൊന്നും കിട്ടായിട്ടാവും. നീ നിന്റെ കാര്യം നോക്കും. അതെ, അതാണ്. എന്തൊരു കഷ്ടം. കണ്ണിൻ വാതിൽ ചാരി കാത്തിരുന്ന നേരം കൺമണി ഉള്ളിനുള്ളിൽ കൂട്ടും കുഞ്ഞുമുളം കൂട്ടിൽ വന്നു മെല്ലെ ചേരുമേതോ മഞ്ഞോരുന്ന മോഹം കണ്ണേ നിന്നെ കാത്തിലയോ നിന്നോരങ്ങൾ തേടി ചെല്ലാമേറെ ദൂരം സല്ലാപങ്ങളായി വഴി. അങ്ങോട്ട് ഉണ്ട്. ആണോ? എന്താണ്? ആഹാ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇവിടെ എന്തെടുക്കുക? അല്ല,
താനാണോ പേര് വെക്കാതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വീട്ടിലേക്ക് പാഴ്സൽ അയച്ചേ? ആ എന്റെ സ്റ്റെപ്പ് മദർ എന്നെ കൊന്നില്ലാന്നേ ഉള്ളൂ. പ്രശ്നമായോ? ആ, വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലേ? അതൊക്കെ നല്ല കോമഡിയാ. അപ്പൊ താൻ ഈ സമയത്ത് ജോലിക്ക് വരുന്നതോ? അത് ക്യാഷ് കിട്ടുന്ന പരിപാടിയല്ലേ. ഇഷ്ടം കൊണ്ടൊന്നും അല്ലടോ, വെറുതെ ടോർച്ചർ ചെയ്യാൻ. ഐ ആം സോറി. ഏയ് അതൊന്നും കുഴപ്പമില്ല. വരച്ച ഫോട്ടോ എനിക്കിഷ്ടായി. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആളെന്റെ പപ്പയാ. ഞാൻ ഒത്തിരി കുഞ്ഞായിരുന്നപ്പോഴാ എൻ്റെ അമ്മ മരിച്ചേ. അത് പിന്നെ എല്ലാം എനിക്ക് പപ്പയായിരുന്നു. പപ്പയ്ക്ക് ഞാനും. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പപ്പയുടെ ഏറ്റവും ഫേവറേറ്റ് ഡേ. പപ്പ മരിച്ചിട്ടിപ്പോൾ 3 വർഷമായി. അത് പിന്നെ ആരും ആ ഡേറ്റ് ഓർക്കാറില്ല. ഇനി ഈ ലോകത്ത് ആ ഡേറ്റ് ഓർക്കാൻ ആരും ഇല്ലായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചേ. പപ്പയോട് എനിക്ക് ഒരു കാര്യത്തിൽ ദേഷ്യം ഉണ്ടായിരുന്നു, പപ്പയുടെ സെക്കൻഡ് മാരേജ്. പക്ഷെ മാത്യൂസ് അങ്കിൾ പറയുന്നത് അതും എനിക്ക് വേണ്ടിയായിരുന്നു എന്നാ. പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് പപ്പയ്ക്ക് മരിക്കുന്നവരെ മനസ്സിലായില്ല. പപ്പയുടെ ഫോട്ടോ കണ്ടപ്പോൾ തനിക്ക് ഫീലായോ? ഏയ്, കഴിഞ്ഞ 1 വർഷമായിട്ട് താൻ എൻ്റെ പിന്നാലെ ഉണ്ടെന്ന് എനിക്കറിയാം. ഈ കഫേയിൽ ജോയിൻ ചെയ്തതും അതിനാന്ന് എനിക്കറിയാം. പക്ഷേ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം എനിക്കില്ല. അതാണ് എൻ്റെ അവസ്ഥ. എന്നാലും തന്നോട് എനിക്കിഷ്ടമാണെന്ന് പറയാതിരിക്കാനും വയ്യ. ദൂരെ മാഞ്ഞിടാം കാറ്റിൻ കൈകളിൽ മെല്ലെ ചേർന്നിടാം വെൺമേഘങ്ങളാ രാവോരം ആലോലം താരാട്ടായി വരാം. ഈ വാനിലെഴുന്ന കിനാവേ നീ നീലാമഞ്ഞായി തലോടുമ്പോൾ മേലെ വിരിഞ്ഞൊരു മഴവില്ലേ നീ തന്ന കിനാവുകൾ വിരിയാനായി വന്നണയുന്നൊരു പ്രിയ നിമിഷം പെയ്തൊഴിയാത്തൊരു മധുമഴ പോ വന്നണയുന്നൊരു പ്രിയ നിമിഷം പെയ്തൊഴിയാത്തൊരു മധുമഴ പോ വാനിലെഴുന്ന കിനാവേ നീ നീലാമഞ്ഞായി തലോടുമ്പോൾ. നിനക്കൊരു കാര്യം അറിയോ? ശ്യാമേന്റെയും ആ ചേച്ചിയുടെയും വാൾപേപ്പർ ഇപ്പോഴും സെയിമാ. അവരതുപോലെ ഇതുവരെ മാറ്റിയിട്ടുണ്ടായില്ല. നിന്നോട് ആര് പറഞ്ഞു? ഷോൺ. എന്നാൽ അതെങ്ങനെയായിരിക്കും? പക്ഷെ അതൊരു കിടിലൻ ക്ലൈമാക്സ് ആയി പോയിട്ടാ. ഇതുവരെ ഇത് വെറും കഫേർന്ന്, ഇനി മുതൽ ഇത് ലവ് കഫേ ആയിരിക്കും. പിന്നെ ഇവന്റെ ലവ് സ്റ്റോറി കഫേ ലവ് സ്റ്റോറി എന്നറിയപ്പെടും. ശേ, എന്നാലും ഇതെങ്ങനെ ആയിരിക്കും? അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാ നമ്മൾ ഈ മനുഷ്യര് നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയോ? ഹലോ, ഇത് ഐശ്വര്യേച്ചിയല്ലേ? എൻ്റെ പേര് ഷോൺ. ഞാൻ ശ്യാം ചേട്ടൻ്റെ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നേ. എനിക്ക് ചേച്ചി ഒന്ന് കാണാൻ പറ്റുമോ? ശ്യാം ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു.